السلام عليكم ورحمة الله تعالى وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلناك إلا رحمة للعالمين. صدق الله مولانا العلي العظيم. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ മുതല്ലിം സുഹൃത്തുക്കളെ, ഇൻഫോറിയം 2025 ഈ വേദിയിൽ ഒരു പ്രസംഗം അവതരിപ്പിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ ആദ്യം അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാഹ്. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രപഞ്ച ലോകത്തെ അവിടുത്തെ ജീവിതം കൊണ്ട് സൽസ്വഭാവം പഠിപ്പിക്കുകയായിരുന്നു. ത്വായിഫിലെ പ്രവാചകരുടെ പ്രബോധന യാത്ര അരിച്ചു പിറക്കുമ്പോൾ അതിലുടനീളം പ്രതിഫലിക്കുന്നതിൻ്റെ പേരായിരുന്നു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യം, എല്ലങ്ങൾ ദയ. പ്രബോധനത്തിൻ്റെ പുതുനാമ്പുകൾ തേടിയുള്ള യാത്രയായിരുന്നു ത്വായിഫ്. കൂടെ സെയ്ദ് ബിൻ ഹാരിസ് റളിയല്ലാഹു അൻഹുവും. പണത്തിനും പലിശക്കും വേണ്ടി ധാർമ്മികത മെലിയുകയും മസിൽ പെരുപ്പ് തടിക്കുകയും ചെയ്യുക എന്നത് അക്കാലഘട്ടത്തിലെ നടപ്പ് രീതിയായിരുന്നു. അങ്ങനെയുള്ള ജനങ്ങൾക്കിടയിൽ തൻ്റെ മാനവിക മൂല്യം പകർന്ന് തൻ്റെ മൃദു സ്വഭാവ രീതികൾ കൊണ്ട് ഇലാഹി മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അവിടുത്തുകാർ ചെയ്തു കൂട്ട അപാരതയെക്കുറിച്ച്, അവർ കാണിച്ചു വെച്ച അരുതായ്മയുടെ പാപങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേൾക്കുകയോ അറിയുകയോ ചെയ്തിട്ടുണ്ടോ? അതിനെയെല്ലാം പെറുക്കിയെടുത്ത് ചേർത്ത് വായിക്കുമ്പോഴാണ് എൻ്റെ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ കുറിച്ച് നിങ്ങൾ ഉത്ബുദ്ധരാവുക. അപ്പോഴാണ് ലോകമേ നീ അറിയുക, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുജന്മാർക്ക് ശാന്തിയായിരുന്നു പകർന്നു നൽകിയത്. രക്തം പൊടിഞ്ഞു കൂക്കി വിളികൾ കേട്ട അഭിഹാസരായ ലോകരുടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്വായിഫ് വേദി വേച്ച് നടക്കുമ്പോഴുള്ള ആ ഒരു രീതി മനസ്സിലൊന്ന് ഓർത്തു നോക്കൂ. ഗണ്ടമിടറുന്നില്ലേ, കണ്ണുകൾ നിറയുന്നില്ലേ? കണ്ടുനിന്ന് വേദന സഹിക്കാനാവാതെ ജിബ്രീലിന്റെ വരവുണ്ട് ചരിത്രത്തിൽ. പ്രവാചകരെ, ആ കാണുന്ന പർവ്വതം ഞാനൊന്ന് മറിച്ചിട്ടോടെ, ഈ സമുദായം നിലം പരിശമാകും. അതേ എന്ന് പ്രവാചകർക്ക് മൂളാമായിരുന്നിട്ടും വേണ്ട ജിബ്രീൽ, അവർക്ക് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചു പോയതാണെന്ന് പറഞ്ഞ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമഹിമയെ കുറിച്ചാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്. ശത്രുവിനെ പോലെ സ്നേഹിച്ച് പ്രവാചക ദൗത്യം ഇല്ലായ്മ ചെയ്യുന്നതായിരുന്നു വർത്തമാനകാലത്തെ കാഴ്ചകൾ. അവിടുത്തെ കാരുണ്യത്തെ വിലയിരുത്താനും അവിടുത്തെ സ്നേഹത്തെ തിരിച്ചറിയാനും സമയം കണ്ടെത്തിയില്ല എന്നതാണ് മതം വിട്ടവന്റെയും മതം ഇല്ലാത്തവന്റെയും പ്രശ്നം. പ്രവാചകരുടെ അളവറ്റ കരുണയുടെ വഴികൾ അറിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. ലോകത്ത് കരുണയുടെ വഴികൾ തുറക്കപ്പെടുന്നത് പ്രവാചകരാണ്. നബിയെ, നിശ്ചയം നിങ്ങളാണ് ഏറ്റവും സൽസ്വഭാവത്തുടമ. ഇസ്ലാമിലേക്ക് 10,000 കടന്നു വരാൻ തുടങ്ങിയത് അവിടുത്തെ തുല്യതയില്ലാത്ത സ്വഭാവമഹിമയും കൂടി ചേർന്നപ്പോഴാണ്. എന്താണ് സൽസ്വഭാവം എന്ന് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ സ്വഹാബി ചോദിച്ചപ്പോൾ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറഞ്ഞത്, നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം സ്ഥാപിക്കുക, നിന്നെ ആക്രമിച്ചവരോട് നീ മാപ്പാക്കുക എന്ന് തുടങ്ങിയ സൽസ്വഭാവമായിരുന്നു. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടാണ് കാണപ്പെടുന്നത്. തൻ്റെ സഹോദരനെ നോക്കിയുള്ള പുഞ്ചിരി ഒരു ദാനമാണെന്നും ഇതിൻ്റെ കൂടെ ഞാൻ ചേർത്ത് വായിക്കുന്നു. 3-ൽ ഒരാളോട് സ്വകാര്യം പറയരുത്, 3-ാമന് തിരിയാത്ത ഭാഷയിൽ സംസാരിക്കരുത്, ഇങ്ങോട്ട് മോശമായി പെരുമാറുന്നവരോട് അങ്ങോട്ട് മാന്യമായി പെരുമാറുന്നതിൻ്റെ പേരായിരുന്നു മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമഹിമ. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജനങ്ങളിലെ ഏറ്റവും സൽസ്വഭാവത്തിനുടമ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. ഒഴിവു സമയങ്ങളിൽ പ്രവാചകരുടെ കാരുണ്യത്തെയും സ്നേഹത്തെയും കേൾക്കാനും അറിയാനും നമ്മൾ സമയമൊരുക്കണം. അപ്പോൾ നമ്മൾ തിരിച്ചറിയുന്നത് മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമഹിമയെ കുറിച്ചായിരിക്കും. അല്ലാഹു തആല നമ്മുടെ സ്വഭാവം നന്നാക്കി തരട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.